എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ചാണ്. 1912 ഏപ്രിൽ 14 ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് US-ലെ ന്യൂയോർക്കിലേക്കുള്ള കന്നിയാത്രയിൽ RMS ടൈറ്റാനിക് ഒരു കൂറ്റൻ മഞ്ഞുമലയുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. അതിലുണ്ടായിരുന്ന 2200 യാത്രക്കാരും ജീവനക്കാരും മരണമടഞ്ഞു. 705 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. നിർമ്മാതാക്കളുടെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും ടൈറ്റാനിക് മുങ്ങാൻ 3 മണിക്കൂറിൽ താഴെ സമയമെടുത്തു. ദുരന്തമുണ്ടായാൽ കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും കപ്പലിൽ നിൽക്കാം എന്ന് കപ്പൽ നിർമ്മാതാക്കൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ നിർമ്മാണ സമയത്ത് ടൈറ്റാനിക് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായിരുന്നു. ഇതിന് 269 മീറ്റർ നീളവും 25 നിലകൾ ഉയരവും 46,000 മില്യൺ കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. ബെൽഫാസ്റ്റിലെ ഹാർലൻഡ് ആൻഡ് വുൾഫ് കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിച്ചത്. ആദ്യത്തെ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിലിടിച്ച് 2 മണിക്കൂറും 40 മിനിറ്റിനു ശേഷം 1912 ഏപ്രിൽ 15 മുങ്ങുകയാണ് ഉണ്ടായത്. അപകടത്തിന് ശേഷം 70-ലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അറ്റ്ലാന്റിക്കിൻ്റെ 4 കിലോമീറ്ററോളം ആഴത്തിലാണ് കണ്ടെത്തിയത്. അത് കാണാനായി ഇന്നും അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചാരികൾ പോകുന്നു എന്നത് ടൈറ്റാനിക് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും വിജയിച്ചില്ല. കപ്പലിൻ്റെ പഴക്കവും അന്നത്തെ സാങ്കേതിക വിദ്യയുടെ ന്യൂനതയും ഭീമമായ സാമ്പത്തിക ചിലവുമായിരുന്നു കാരണം. ഗ്രാൻഡ് സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്റ്റെയർവേ എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ക്ലാസ് സ്റ്റെയർ കേസ് ആയിരുന്നു ടൈറ്റാനിക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. അതിൽ ഒരു ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂൾ, സ്മോക്കിംഗ് റൂംസ്, മികച്ച ഭക്ഷണശാലകൾ, കാഫേകൾ, വിക്ടോറിയൻ ശൈലിയിലുള്ള ടർക്കിഷ് ബാത്ത്, 100 കണക്കിന് സമൃദ്ധമായ ക്യാബിനുകൾ, അലങ്കരിച്ച അലങ്കാരങ്ങൾ, കൂടാതെ ടൈറ്റാനിക്കിൽ ഒരു വലിയ ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് സലൂൺ, 4 എലിവേറ്ററുകൾ, ഒരു നീന്തൽക്കുളം എന്നിവ ഉണ്ടായിരുന്നു. യാത്രക്കാർക്ക് മാർക്കോണിഗ്രാം അയക്കുന്നതിനും കപ്പലിൻ്റെ ഉപയോഗത്തിനുമായി ഉയർന്ന ശക്തിയുള്ള റേഡിയോ ടെലിഗ്രാഫ് ട്രാൻസ്മിറ്റർ ലഭ്യമായിരുന്നു. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ, റിമോട്ട് ആക്ടിവേറ്റ് ചെയ്ത വാട്ടർ ടൈറ്റ് ഡോറുകൾ എന്നീ സംവിധാനങ്ങളാണ് കപ്പൽ മുങ്ങാത്തത് എന്ന പ്രശസ്തിക്ക് കാരണമായത്. 2ാം ക്ലാസ് താമസ സൗകര്യങ്ങൾ മറ്റ് കപ്പലുകളിലെ ഫസ്റ്റ് ക്ലാസ് സവിശേഷതകളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. കൂടാതെ അതിൻ്റെ 3ാം ക്ലാസ് ഓഫറുകൾ എളിമയുള്ളതാണെങ്കിലും അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് പേര് കേട്ടതായിരുന്നു. ടൈറ്റാനിക്കിനെ സ്വപ്നങ്ങളുടെ കപ്പൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അന്നുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഡംബരം നിറഞ്ഞതും വലുതുമായിരുന്നു ആ കപ്പൽ. ഒരു ആഡംബര ഹോട്ടലിനേക്കാൾ സൗകര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അതിൽ ആഡംബരം നിറഞ്ഞതായിരുന്നു കപ്പലിലെ ഭക്ഷണവും. ലോകത്തിലെ ഏറ്റവും രുചികരമായ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഓരോ വിരുന്നും. ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് സലൂണിൽ 554 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. ടൈറ്റാനിക് മുങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ ദുരന്ത സിഗ്നലുകൾ അയച്ചിരുന്നു. ടൈറ്റാനിക്കിന് എത്തിയ സന്ദേശങ്ങളിൽ സമീപമുണ്ടായിരുന്ന കപ്പലായ SS കാലിഫോർണിയയിൽ നിന്നുള്ള നിഗൂഢ സന്ദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു. ടൈറ്റാനിക്കിന് കൃത്യസമയത്ത് മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് ഇത് തടസ്സമായി എന്ന് കരുതപ്പെടുന്നു. ഈ സിഗ്നലുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല. 3320 പേർ കപ്പലിൽ ഉണ്ടായിരുന്നിട്ടും 1178 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന 20 ലൈഫ് ബോട്ടുകൾ മാത്രമായിരുന്നു കപ്പലിൽ കരുതിയിരുന്നത്. അതായത് കപ്പലിലെ 1/3 ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ലൈഫ് ബോട്ടുകൾ മാത്രമേ കരുതിയിരുന്നുള്ളൂ. കപ്പലിന് എന്തെങ്കിലും സംഭവിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്താൽ വെള്ളം കയറുന്നതിന് പ്രതിരോധിക്കുന്ന 16 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ ആയിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മഞ്ഞുമലയിൽ ഇടിച്ചതോടെ അവയും തകർന്ന് വെള്ളം ഉള്ളിലേക്ക് കയറി. ഏപ്രിൽ 14 രാത്രി 11:30 കപ്പലിൻ്റെ ലുക്കൗട്ടുകളിലൊന്നാണ് മഞ്ഞുമല ആദ്യം കണ്ടത്. ഉടൻ നടപടി സ്വീകരിക്കുകയും മുന്നറിയിപ്പ് മണി മുഴങ്ങുകയും പെട്ടെന്ന് എഞ്ചിനുകൾ റിവേഴ്സ് ആക്കുകയും ചെയ്തു. പക്ഷേ കപ്പലിന് വേണ്ടത്ര വേഗത്തിൽ വഴിയിൽ നിന്ന് നീങ്ങാൻ കഴിഞ്ഞില്ല. ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തും ആർക്കിടെക്ട് ആൻഡ്രൂസും കപ്പൽ ഇടിച്ച പ്രദേശം പരിശോധിച്ചു. ടൈറ്റാനിക്കിൻ്റെ 5 കമ്പാർട്ട്മെൻറ്റുകളിൽ ഭയാനകമായ തോതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. ഈ അധികഭാരം കപ്പലിൻ്റെ വില്ല് താഴേക്ക് ചെരിഞ്ഞ് ഒരു അറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകാൻ ഇടയാക്കി. കപ്പലിൻ്റെ മില്ലിൻ്റെ സ്റ്റാർബോർഡ് ഭാഗത്തേക്ക് വെള്ളം കുതിച്ചപ്പോൾ കപ്പൽ മുന്നിലേക്കും ചെറുതായി വലത്തോട്ടും ചെരിഞ്ഞു തുടങ്ങി. എന്നിരുന്നാലും കപ്പലിൻ്റെ പിൻഭാഗത്ത് വലുതും ഭാരമേറിയതുമായ 3 പ്രൊപ്പല്ലറുകൾ ഉണ്ടായിരുന്നു.
കപ്പലിൻ്റെ മുൻഭാഗം വെള്ളത്തിലേക്ക് പോകാൻ തുടങ്ങി. കപ്പലിൻ്റെ പിൻഭാഗം അതിൽ നിന്ന് ഉയർത്തുന്നതിലേക്ക് നയിച്ചു. കപ്പൽ ഏകദേശം 45 ഡിഗ്രി ആയിരുന്നപ്പോൾ കപ്പലിൻ്റെ മധ്യഭാഗത്ത് സമ്മർദ്ദം ഉരുക്കിൻ്റെ ഭൗതിക പരിധിക്കപ്പുറം ഉയർന്നു. ടൈറ്റാനിക് ഏതാണ്ട് നടുവിൽ പിളർന്നു. കപ്പലിൽ വെള്ളം നിറയാൻ തുടങ്ങി. പിറ്റേന്ന് പുലർച്ചെ 2:20 ടൈറ്റാനിക് മുങ്ങി. ദുരന്തത്തിന് ശേഷം കപ്പലുകളുടെ സുരക്ഷാ നിയമങ്ങൾ ഗവൺമെൻറ്റുകൾ ശക്തമാക്കാൻ തുടങ്ങി. 1985 ഡീപ് സീ എക്സ്പ്ലോറേഴ്സ് കനേഡിയൻ ഐലൻഡായ ന്യൂ ഫൗണ്ട് ലാൻഡിന് സമീപം 13,000 അടി ആഴത്തിൽ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അണ്ടർ വാട്ടർ വെസൽസ് എക്സ്പ്ലോർ ചെയ്യുകയും അവിടെ നിന്ന് അവശിഷ്ടങ്ങളുടെ കഷ്ണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അപകട സമയത്ത് ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന സംഗീതജ്ഞർ അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ചു. യാത്രക്കാരെ ശാന്തരാക്കാൻ അവർ സംഗീത പരിപാടി തുടർന്നു. ഈ ടൈറ്റാനിക്കിൻ്റെ ആക്സിഡൻറ്റ് ഭാവിയിലെ ദുരന്തങ്ങൾ തടയുന്നതിന് പുതിയ അന്താരാഷ്ട്ര കരാറുകളിലേക്ക് നയിച്ചു. ഉദാഹരണത്തിന് മഞ്ഞമലകളുടെ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു അന്താരാഷ്ട്ര ഐസ് പട്രോൾ സൃഷ്ടിക്കുക, യാത്രക്കാരുടെ സുരക്ഷ സംരക്ഷിക്കുന്നതിനായി പുതിയ ലൈഫ് ബോട്ട് നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്